പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 4 തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഏതൊരു എക്സാമിനും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഏതൊരു എക്സാമിലും വളരെ കോൺഫിഡൻസോടുകൂടി നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് ഹാസ് റിസീവ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് പാറ്റന്റ് ഫ്രം ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോർ സോഫ്റ്റ്വെയർ റിസർച്ച് ഓൺ വിച്ച് ഏരിയ? ഏത് മേഖലയെക്കുറിച്ചുള്ള സോഫ്റ്റ്വെയർ ഗവേഷണത്തിനായി അമേരിക്കയിൽ നിന്ന് കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ആദ്യത്തെ പേറ്റന്റ് നേടിയത്? ഇൻവെൻഷൻ ഓൺ ബൈറ്റ് കോഡ് ജനറേഷൻ ഫ്രം UML മോഡൽസ്. ബൈറ്റ് കോഡ് ജനറേഷൻ ഫ്രം UML മോഡൽസിലെ കണ്ടുപിടുത്തത്തിനാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് ഫസ്റ്റ് പാറ്റന്റ് US ലഭിച്ചത്. പ്രൊഫസർ ഫിലിപ്പ് സാമുവൽ, അസിസ്റ്റന്റ് പ്രൊഫസർ രേണു ജോർജ് ആണ് ഇതിന് പിന്നിൽ. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതാതെ തന്നെ സോഫ്റ്റ്വെയർ ഡിസൈൻ നേരിട്ട് എക്സിക്യൂട്ടബിൾ ബൈറ്റ് കോഡിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു നൂതന രീതി കണ്ടുപിടിച്ചതിനാണ് പാറ്റന്റ്. ഹു ഹാസ് ബീൻ നെയിംഡ് ദ പേഴ്സൺ ഓഫ് ദി ഇയർ ഫോർ 2020 ബൈ ദ പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ് പേട്ട? പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് ആനിമൽസ് 2020 പേഴ്സൺ ഓഫ് ദി ഇയർ ഫോർ 2020 ആയി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ജോൺ എബ്രഹാം. ചലച്ചിത്ര നടനായ ജോൺ എബ്രഹാമാണ് പേഴ്സൺ ഓഫ് ദി ഇയർ 2020 തിരഞ്ഞെടുക്കപ്പെട്ടത്. മൃഗങ്ങളെ സ്നേഹിക്കുകയും എല്ലാത്തരം മൃഗങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് എതിർക്കുകയും ചെയ്യുന്ന ജോൺ എബ്രഹാമിനെ 2020 പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായി. Who won the Global Teacher Prize 2020 for the outstanding contribution to the teaching profession? അധ്യാപന രംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് 2020 ആഗോള അധ്യാപക സമ്മാനം നേടിയതാര്? രഞ്ജിത് സിംഗ് ഡിസാലെ. മഹാരാഷ്ട്രയിലെ പരത്വാടി എന്ന ഗ്രാമത്തിൽ ജില്ലാ പരിഷത്ത് പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ചു വരുന്ന രഞ്ജിത് സിംഗ് ഡിസാലയ്ക്കാണ് ഗ്ലോബൽ ടീച്ചർ പ്രൈസ് 2020 അർഹനായത്. ഈ അവാർഡ് നൽകുന്നത് വെർക്കി ഫൗണ്ടേഷൻ, യുണൈറ്റഡ് കിങ്ഡം. ഗ്ലോബൽ ടീച്ചർ പ്രൈസ് ഇതിൻ്റെ അവാർഡ് $1 മില്യൺ ആണ്. ഡിസാലെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഓൺലൈനിൽ 83 രാജ്യങ്ങളിൽ സയൻസ് ക്ലാസ്സുകൾ എടുക്കുന്നു. ഫോർ വാട്ട് റീസൺ ദി ഫോർമർ പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ ആൻഡ് ശിരോമണി അകാലിദൾ ലീഡർ പ്രകാശ് സിംഗ് ബാദൽ റിട്ടേൺ പത്മഭൂഷൺ ഓൺ 3rd November 2020? മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ നേതാവുമായ പ്രകാശ് സിംഗ് ബാദൽ 2020 നവംബർ 3 പത്മവിഭൂഷൺ തിരിച്ച് നൽകിയത് ഏത് കാരണത്താലാണ്? ടു പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദി 3 ഫാംസ് ആക്ട്. 2020 പാസാക്കിയ 3 ഫാം ആക്ടിന് എതിർത്തുകൊണ്ടാണ് പ്രകാശ് സിംഗ് ബാദൽ ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിൽ അവാർഡ് ആയിട്ടുള്ള പത്മഭൂഷൺ തിരിച്ചു നൽകിയത്. According to the 2020 edition by Kotak Wealth Huron, who is at the top of the list of richest women in India? കോട്ടക് വെൽത്ത് ഹുറോൻ്റെ 2020 പതിപ്പ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികരായ സ്ത്രീകളുടെ പട്ടികയിൽ ആരാണ് മുൻപന്തിയിലുള്ളത്? റോഷ്നി നഡാർ മൽഹോത്ര. HCL ടെക്നോളജി ചെയർപേഴ്സൺ റോഷ്നി നഡാർ മൽഹോത്രയാണ് 54,850 കോടി രൂപയുടെ ആസ്തി ഉള്ള കോട്ടക് വെൽത്ത് ഹുറോൺ ലിസ്റ്റിൽ ഏറ്റവും ധനികരായിട്ടുള്ള സ്ത്രീകളിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്. ബൈക്കൊണ്ടെ കിരൺ മസൂംദാർ ഷാ 2ാം സ്ഥാനം 36,600 കോടി രൂപ ആസ്തി. ലീന ഗാന്ധി തിവാരി മുംബൈ ഹെഡ്ക്വാർട്ടർ ഫാർമസ്യൂട്ടിക്കലിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നു.
Which police station in the country was ranked first for the best performance as per the annual ranking of police stations by the Ministry of Home Affairs? ആഭ്യന്തര മന്ത്രാലയം പോലീസ് സ്റ്റേഷനുകളുടെ വാർഷിക റാങ്കിങ്ങിൽ അനുസരിച്ച് മികച്ച പ്രകടനത്തിന് രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനാണ് ഒന്നാം സ്ഥാനം നേടിയത്? നോങ്പോ സെക്മൈ പോലീസ് സ്റ്റേഷൻ, തോബോൾ ഡിസ്ട്രിക്ട്, മണിപ്പൂർ. മണിപ്പൂരിലെ നോങ്പോങ് സെക്മൈ പോലീസ് സ്റ്റേഷനാണ് ഏറ്റവും നല്ല മികച്ച പെർഫോമൻസിനുള്ള മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ലിസ്റ്റിൽ ഒന്നാമതായത്. ഓൾ വുമൻ പോലീസ് സ്റ്റേഷൻ ഓഫ് ശൂരമംഗലം സേലം സിറ്റി രണ്ടാം സ്ഥാനവും, കർഷാങ് പോലീസ് സ്റ്റേഷൻ ചാങ്ലാങ് ഡിസ്ട്രിക്ട് അരുണാചൽ പ്രദേശ് മൂന്നാം സ്ഥാനവും. വിച്ച് കൺട്രി ഹാസ് ബിക്കം ദി ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു അപ്രൂവ് ദി ഫൈസർ ബയോഎൻടെക് കൊറോണ വൈറസ് വാക്സിൻ? ഫൈസർ ബയോടെക് കൊറോണ വൈറസ് വാക്സിൻ അംഗീകരിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ബ്രിട്ടൻ. UK ആണ് COVID-19 വാക്സിൻ ലോകത്ത് ആദ്യമായിട്ട് അംഗീകരിച്ച രാജ്യം. On 2nd December 2020, Cristiano Ronaldo scores the 750th goal in the first Champions League against which team? 2020 ഡിസംബർ 2 ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യ ചാമ്പ്യൻസ് ലീഗിൽ 750-ാം ഗോൾ നേടിയത് ഏത് ടീമിന് എതിരെയാണ്? ഡൈനാമോ കെയ്വ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 750-ാമത്തെ ഗോൾ ആണ് 2020 ഡിസംബർ 2 അദ്ദേഹം നേടിയത്. ഇതേ മാച്ചിൽ തന്നെ ഫസ്റ്റ് ഫീമെയിൽ റഫറി എന്ന ബഹുമതി സ്റ്റെഫാനിയ ഫ്രപ്പാട്ടിനും ലഭിച്ചു. Who becomes the fastest to 12,000 in one-day international runs by breaking the record of സച്ചിൻ ടെണ്ടുൽക്കർ? സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്ന് ഏകദിന റൺസിൽ ഏറ്റവും വേഗത്തിൽ 12,000 റൺസ് നേടിയതാരാണ്? വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ റെക്കോർഡ് തകർത്തുകൊണ്ട് ഏറ്റവും വേഗത്തിൽ 12,000 റൺസ് നേടിക്കൊണ്ട് റെക്കോർഡ് ഉണ്ടാക്കിയത്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.